ഹായ് എല്ലാവർക്കും സോൺ ഓഫ് ഡോണോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലില്ലിയമ്മയുടെ സോയാബീൻ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ചൂടായ വെള്ളത്തിലേക്ക് ഒരു 250 ഗ്രാം സോയാബീൻ ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് സോയാബീൻ ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിനുശേഷം അത് നന്നായി പിഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. ഇനി ഈ മാറ്റിവെച്ച സോയാബീനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുക്കാം. അരമുറി തേങ്ങയുടെ പാലാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അതിന് 1/4 പാലും 2/2 പാലും വേണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട ടൈമായി. ഇപ്പം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. സോയാബീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. കാരണം നമ്മൾ ഇനി തേങ്ങാപ്പാലിൽ ഓൾറെഡി ഇത് ഇനിയും കുക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ മറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ 5 വെളുത്തുള്ളിയും 5 ചെറിയുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇവയാണ് നമുക്ക് പിന്നെ വേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു ഉരുളി ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കറിക്ക് ആവശ്യമായ ഉപ്പാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാള കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അതിന്റെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായി കുക്കാവുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്യാം. തക്കാളി നന്നായി കുക്കായതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2/2 പാലാണ്. തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ സോയാബീൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി സോയാബീൻ ഇതിൽ 10 മിനിറ്റ് കുക്ക് ആകാനുണ്ട്. നമ്മളിവിടെ മൂടി വെക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാല് വറ്റി കറി നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 1/4 പാല് ചേർത്തു. 1/4 പാല് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിനുവേണ്ടി നമ്മളൊരു ഫ്രൈ പാനിൽ
ഒരു 5 ചെറിയുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ നമ്മൾ കറിവേപ്പിലയും ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന്റെ കളർ മാറിയതിനു ശേഷം നമുക്ക് ഇനി നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലില്ലമ്മയുടെ സ്പെഷ്യൽ കറിയാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ചാറൊന്നും അധികമില്ല, നല്ല കുറുകിയാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.